അപ്പോൾ വാളാണ് ജിഹാദ് എന്ന് പറയാനുള്ള എല്ലാ വകുപ്പും ഇസ്ലാമിലുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇനി നിലവിളി തുടങ്ങും. അപ്പം നിങ്ങളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ജിഹാദ് എന്നുള്ളത് നിങ്ങളൊന്ന് പറയും. വളരെ ശ്രദ്ധേയമായി ചരിത്രം വായിക്കുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ പ്രവാചകൻ്റേത്. പരിശുദ്ധ പ്രവാചകൻ AD 570 ജനിക്കുന്നു. ഗർഭത്തിലിരുന്നപ്പോഴേ അച്ഛനങ്ങ് മരിച്ചുപോയി. 6 വയസ്സായപ്പോഴേ അമ്മ മരിച്ചു. 8 വയസ്സായപ്പം തന്നെ സംരക്ഷിക്കുന്ന മുത്തച്ഛനും മരിച്ചു. ഒരനാഥ ബാല്യത്തിൽ അദ്ദേഹം കടന്നുപോയി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. വരുവാൻ പോകുന്ന മഹത്തായ ആ ജീവിതത്തെപ്പറ്റി അധികമാർക്കും സൂചനയുണ്ടായിരുന്നില്ല. പക്ഷേ 24 വയസ്സുള്ളപ്പോൾ ആദ്യമായി പരിശുദ്ധ പ്രവാചകൻ നടന്നു വരുന്ന വഴിയിൽ ഒരു ഓർത്തഡോക്സ് വൈദികൻ, ബുഷേറ എന്നൊരു വൈദികൻ എതിരെ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷം, മഹാനായ പ്രവാചക, അങ്ങേക്ക് സ്വസ്തി എന്ന് പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഞാനൊരു കാരവൻ ബോയാണ്, എന്നെ അങ്ങിങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്താണ്? അങ്ങൊരു പുരോഹിതനല്ലേ, അങ്ങനെ എന്നെ നമസ്കരിക്കുന്നത് എന്താണ്? അപ്പോൾ ബുഷേറ എന്ന ഓർത്തഡോക്സ് വൈദികൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു ദർശനം കണ്ടു, അങ്ങ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മഹാനായ പ്രവാചകനാകാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാനങ്ങെ വന്നിച്ചത്. വേദപുസ്തകത്തിലെ ന്യായപ്രകാരം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അഭിഷിക്തനാക്കണമെങ്കിൽ എണ്ണ തലയിലൊഴിച്ച് അഭിഷിക്തനാക്കണം. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അനോയിൻറ്റഡ് വൺ എന്നാണ്, എണ്ണയാൽ അഭിഷിക്തനായവൻ. അതുകൊണ്ട് അങ്ങയുടെ തലയിൽ എണ്ണ അഭിഷേകം ഞാൻ എന്നെ അനുവദിക്കണമെന്ന് ബുഷേർ ആവശ്യപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, അങ്ങേക്ക് എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓർത്തഡോക്സ് വൈദികനായിരുന്ന ബുഷേറ പരിശുദ്ധ പ്രവാചകൻ്റെ തലയിൽ എണ്ണ ഒഴിച്ച് അദ്ദേഹത്തെ അഭിഷക്തനാക്കി. പിന്നെയും ഒരു 16 വർഷം ഒന്നും സംഭവിച്ചില്ല. 40ാമത്തെ വയസ്സിൽ ഹീറ ഗുഹയിൽ വെച്ചിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ ശേഷം പിന്നീട് സോളാർ കലണ്ടർ അനുസരിച്ച് 22 വർഷവും ലൂണാർ കലണ്ടർ അനുസരിച്ച് 23 വർഷവുമാണ് പരിശുദ്ധ പ്രവാചകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. പക്ഷേ ആ 21 വർഷം കൊണ്ട് ലോക ചരിത്രം ഗതി മാറ്റി ഒഴുക്കാൻ പരിശുദ്ധ പ്രവാചകന് പറ്റി. ഇത് അത്ഭുതകരമായ ഒരു ചരിത്രമാണ്. പരിശുദ്ധ പ്രവാചകന് ദർശനം കിട്ടിയ ശേഷം പിന്നീടൊരു 10 വർഷം ഭയങ്കര പ്രശ്നങ്ങളാണ്. പരിശുദ്ധ പ്രവാചകൻ ഒരു ഭരണാധികാരമുള്ള ഒരു വംശത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ജനിച്ച വലിയ പണമൊന്നും ഉണ്ടായിരുന്നില്ല, കുടുംബസ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ജീവിച്ച പരിശുദ്ധ പ്രവാചകൻ 4 തവണ വധശ്രമങ്ങളെ നേരിട്ടു. AD 619 49 വയസ്സായപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ അങ്കിൾ അബൂ താലിബും മരിച്ചു. 2 മരണങ്ങൾ സാധാരണ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന സപ്പോർട്ടുകൾ മുഴുവൻ വിഡ്രോ ചെയ്യുന്ന ഒന്നായിരുന്നു. AD 672 പരിശുദ്ധ പ്രവാചകൻ മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് മെദീനയിലേക്കുള്ള ദൂരം 415 കിലോമീറ്ററാണ്. മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെപ്പോഴും ദൂരം എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. 415 കിലോമീറ്റർ ദൂരം. പ്രവാചകൻ 2.5 മാസം എടുത്തു മക്കയിൽ നിന്ന് മെദീനയിലേക്ക് എത്താൻ. ഇപ്പോൾ സൗദി അറേബ്യൻ ഗവൺമെൻറ് ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇട്ടിട്ടുണ്ട് മക്കയിൽ നിന്ന് മെദീനയിലേക്ക്. 2.5 മണിക്കൂർ മതി പരിശുദ്ധ പ്രവാചകൻ 2.5 മാസം എടുത്ത യാത്ര പൂർത്തീകരിക്കാൻ. ഹജ്ജിന് പോകുന്നവർക്ക് ഫ്രീ, ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് കൊടുത്താൽ മതി. അങ്ങനെ മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പോയി. 622 മെദീനയിലെത്തിയ പരിശുദ്ധ പ്രവാചകൻ AD 624 ബദർ യുദ്ധം, 625 ഉഹൂദ് യുദ്ധം, AD 628 കണ്ടക്ക് യുദ്ധം, ബാറ്റിൽ ഓഫ് ദ ട്രഞ്ച്. അതിനുശേഷം 1 കൊല്ലം കഴിഞ്ഞ് AD 629 മക്കയുടെ ഭരണാധികാരിയായി ഒരു തുള്ളി രക്തമൊഴുക്കാതെ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. പിന്നെ 3 വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. 3 ഉംറകൾ ചെയ്ത ശേഷം AD 632 സ്വർഗാരോഹണം ചെയ്തു. വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഈ 62 വയസ്സ് ഉള്ള ആ ജീവിതം ലോകചരിത്രത്തെ മാറ്റിമറിച്ചത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ്. പരിശുദ്ധ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം 1 കൊല്ലം കഴിഞ്ഞില്ല ഇസ്ലാം സൗദി അറേബ്യയുടെ കംപ്ലീറ്റ് ഉപദ്വീപുകൾ പിടിച്ച ശേഷം സിറിയ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. സൗദി അറേബ്യ പരിശുദ്ധ പ്രവാചകന് മുമ്പ് ഒറ്റയാൾക്കും യൂണിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോ എംബറർ, നോ ബൈസാൻറ്റിൻ എംബറർ, നോ റോമൻ എംബറർ, നോ ഈജിപ്ഷ്യൻ ഫറോ കുഡ് ക്യാപ്ചർ ദ എൻറ്റയർ സൗദി അറേബ്യൻ പെനിൻസുല.
18 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഇന്ത്യയുടെ 3/2 വിസ്തീർണമുള്ളൊരു ഭൂപ്രദേശമാണ്. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത് ഒരു കൊല്ലത്തിനകം ദ എൻറ്റയർ 17 രാജ്യങ്ങളെയും യൂണിഫൈ ചെയ്ത് സൗദി അറേബ്യൻ പെനിൻസുലയും തൊട്ടപ്പുറത്തുള്ള സിറിയയും കയ്യിലായി. അബൂബക്കർ ഖലീഫയുടെ 2ാം വർഷം ആയപ്പോഴേക്കും ഇസ്ലാം ഇറാഖിൻ്റെ സമതലങ്ങൾ പിടിച്ചെടുത്തു. അബൂബക്കർ ഖലീഫ മരിച്ചിട്ട് അബൂബക്കർ ഖലീഫയുടെ ഫസ്റ്റ് കസിൻ ഉമർ ഖലീഫ ഭരണത്തിൽ വരുന്നു. അദ്ദേഹം 10 കൊല്ലം ഭരിച്ചുള്ളൂ. പക്ഷേ 10 വർഷം കൊണ്ട് ഇസ്ലാം ഇറാനിലെ പീഠഭൂമികൾ മുഴുവൻ പിടിച്ചെടുത്ത് കാസ്പിയൻ കടലിൻ്റെ അടുത്ത് വന്ന് മുട്ടി എന്നുള്ളതാണ്. പാലസ്തീന നാട് മുഴുവൻ പിടിച്ചെടുത്ത് AD 638 ഇറാൻ മുഴുവൻ പിടിച്ചു. AD 642 നേരെ ഈജിപ്റ്റ് പിടിച്ചെടുത്തു. മഹത്തായ ഈജിപ്ഷ്യൻ സംസ്കാരം മുഴുവൻ പിടിച്ചെടുത്തു. ഖലീഫ ഉമറിന് ശേഷം ഉസ്മാൻ ഭരണത്തിൽ വന്നതോടുകൂടി ഇസ്ലാം ജൻറോഷ്യയും അതിനുശേഷം ട്രാൻസോക്സാനിയയും പിടിച്ച് കാസ്പിയൻ കടലിൻ്റെ അവിടെ വന്ന് തട്ടി. ഇസ്ലാം വടക്കോട്ട് പോയിരുന്നെങ്കിൽ സൈബീരിയ മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ഇസ്ലാം തെക്കോട്ടാണ് തിരിയുന്നത്. അലി ഖാലിഫയുടെ കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞോടുകൂടി ഇസ്ലാം വിശാലമായ ഉമായിദ് ഖാലിഫിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായ 5 രാജ്യങ്ങൾ ടർക്കമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടാജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ 5 സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം AD 680 ആയപ്പം അഫ്ഗാനിസ്ഥാൻ പിടിച്ചു. AD 711 ആയപ്പോഴേക്കും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ മുഴുവൻ പിടിച്ച് സിന്ധ് പ്രോവിൻസ് മുഴുവൻ പിടിച്ച് സൈന്ധവ നദീര സംസ്കാരം മുഴുവൻ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. AD 711 ശേഷം കിഴക്കോട്ട് സൈന്യം ഒന്ന് ഹോൾട്ട് ചെയ്ത് 2 നൂറ്റാണ്ട്. പടിഞ്ഞാട്ട് പോയ സൈന്യം AD 642 ഈജിപ്റ്റ് പിടിച്ചു, 646 ലിബിയ പിടിച്ചു, 652 ടുണീഷ്യ പിടിച്ചു. AD 661 ആയപ്പോഴേക്കും ഇസ്ലാം വന്നിട്ട് അൾജീരിയ പിടിച്ചെടുത്തു. അൾജീരിയ എന്ന് പറഞ്ഞാൽ 17 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ 3/2 ആ രാജ്യം. അത് മുഴുവൻ പിടിച്ചെടുത്ത് 680 കഴിഞ്ഞപ്പോഴേക്കും മൊറിട്ടാനിയ പിടിച്ചെടുത്തു. 690 ആയപ്പോൾ പോളിസാറിയോ പിടിച്ചെടുത്തു. ഇസ്ലാമിൻ്റെ പ്രഗത്ഭനായ ജനറൽ താരിഖ് അദ്ദേഹം വന്ന് ജിബ്രാൾട്ടർ കടന്ന് സ്പെയിനിൽ പ്രവേശിച്ചു. ജിബ്രാൾട്ടർ എന്ന വാക്ക് തന്നെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ജബൽ അൽ താരിഖ്, താരിഖിൻ്റെ മല എന്നും താരിഖ് കടന്നുപോയ സ്ഥലം എന്ന് 2 അർത്ഥത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ജിബ്രാൾട്ടർ എന്ന വാക്ക് ഇസ്ലാമിക ജനറലിൻ്റെ പേരിലാണ്, ജിബ്രാൽ അൽ താരിഖ്. അദ്ദേഹം സ്പെയിനും പോർച്ചുഗലും പിടിച്ചെടുത്തു. എന്നിട്ട് പിറനീസ് പർവ്വതനിരകൾ കടന്ന് പാരീസിലേക്ക് മാർച്ച് ചെയ്തു. പാരീസിന് 200 കിലോമീറ്റർ തെക്ക് ബാറ്റിൽ ഓഫ് പോയിറ്റിയേഴ്സ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ടൂഴ്സിലാണ് ചാർലിമീൻ ചക്രവർത്തി മുത്തച്ഛൻ ചാൾസ് മാർട്ടൽ ഇസ്ലാമിക സൈന്യത്തെ ഹോൾട്ട് ചെയ്ത്. പടിഞ്ഞാറോട്ട് ഗംഭീരമായ യാത്രയാണ്. 300 വർഷങ്ങൾക്ക് ശേഷം AD 1090 1100 ആയപ്പോഴേക്കും ഇസ്ലാം ഉത്തരേന്ത്യയിലേക്ക്. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന 13 സംസ്ഥാനങ്ങൾ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. 14-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ഡക്കൻ പീഠഭൂമിയുടെ വടക്കൻ പ്രദേശങ്ങൾ മഹാരാഷ്ട്രയും ആന്ധ്രയും ഒക്കെ അവരുടെ കയ്യിലായി. അതിനുശേഷം ഇസ്ലാം മലേഷ്യ പിടിച്ചെടുത്തു, ബ്രൂണൈ പിടിച്ചെടുത്തു. 20,000 ദ്വീപുകളുള്ള ഇന്തോനേഷ്യൻ പെലാഗോ മുഴുവൻ പിടിച്ചെടുത്തു. 1953 ആയപ്പോഴേക്കും ഇസ്ലാം ടർക്കി മുഴുവൻ പിടിച്ചെടുത്തു. 1953 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത്. ഇതിനിടയ്ക്ക് ഇസ്ലാം ഭയങ്കര പ്രശ്നം നേരിട്ടു. പാശ്ചാത്യദാസ് എന്ന കുരിശുയുദ്ധങ്ങളെന്ന് പറഞ്ഞ 12 കുരിശുയുദ്ധങ്ങളാണ്. അവർ പലതവണയും ജെറുസലേം പിടിച്ചു, പാലസ്തീൻ പിടിച്ചു. പക്ഷേ 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇസ്ലാം ക്രൂസൈഡേഴ്സിനെ മുഴുവൻ തിരിച്ച് യൂറോപ്പിലേക്ക് പറഞ്ഞേച്ചത് മുഴുവൻ പിടിച്ചെടുത്തു. 500 വർഷത്തെ അബ്ബാസിഡ് ഭരണം പൂർത്തിയായപ്പോൾ 751 അബ്ബാസിഡ് ഭരണം വരുന്നത്. 1258 മംഗോൾസിൻ്റെ ഭയങ്കര ആക്രമണം. മംഗോൾസിൻ്റെ ആക്രമണത്തിൽ ചൈന തകർന്നു, റഷ്യ തകർന്നു, മംഗോളിയ തകർന്നു. അങ്ങനെ ഇടയ്ക്കുള്ള മുഴുവൻ രാജ്യവും തകർന്നുപോയി. പക്ഷേ ഇസ്ലാം അതിഗംഭീരമായിട്ട് പിടിച്ചു തന്നു. അബ്ബാസിഡ് കാലിഫേറ്റ് പോയി, ബാഗ്ദാദ് തകർത്തു, 2 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നു. എന്നിട്ട് ഈജിപ്തിലോട്ട് തള്ളിക്കയറാൻ വേണ്ടി വന്ന സമയത്താണ് അൽബിരിയ യുദ്ധത്തിൽ ഇസ്ലാം മംഗോളുകളെ തോൽപ്പിച്ചു. മംഗോളുകളെ ഭൂമിയിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഇസ്ലാമിനെ മാത്രം തോൽപ്പിച്ചു. ഇസ്ലാം മംഗോളുകളെ പുറത്തോട്ട് തള്ളി. ഇസ്ലാം പിടിച്ചെടുത്ത മുഴുവൻ സ്ഥലങ്ങളും തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു. മംഗോൾസിനെ പരാജയപ്പെടുത്തി തിരിച്ചു വന്നു. ചരിത്രം വായിക്കുമ്പോൾ അമ്പരന്ന് പോവുകയാണ്. ലോകത്തിൽ 7 നദീതര സംസ്കാരങ്ങളാണ്. ആ 7 നദീതര സംസ്കാരങ്ങൾ 6 നദീതര സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. ഈജിപ്ഷ്യൻ സംസ്കാരം
സുമേരിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, സൈന്ധവ നദീര സംസ്കാരം, നൈജർ നദി തീരത്തുള്ള സൊഹൈൽ സംസ്കാരം എല്ലാം ഇസ്ലാമിൻ്റെ കയ്യിലായി. ചൈന ഒഴിച്ച് ബാക്കി 7 നദീര സംസ്കാരങ്ങളിൽ 6 ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൽ വന്ന രാജ്യങ്ങൾ 69 എണ്ണമാണ്. 69 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. അതിൻ്റെ ആകെ ഏറിയ 3,20,00,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ 11 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളുടെ വിസ്തൃതി. ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള ജനസംഖ്യ 140 കോടിയാണ്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയെക്കാളും 10 കോടി കൂടുതലാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ലോകത്തിലെ അംഗസംഖ്യ. അമേരിക്കയിലെ 2ാമത്തെ വലിയ ജനവിഭാഗമായി ഇസ്ലാം മാറി. പണ്ട് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ പിന്നെ യഹൂദന്മാരായിരുന്നു. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 6 മില്യൺ 60 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ദേ ഓവർടേക്കൺ ജ്യൂസ് ബൈ അറൗണ്ട് 10 ലാക്ക്. 50 ലക്ഷം യഹൂദന്മാരുള്ളപ്പോൾ 60 ലക്ഷം മുസ്ലിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പരസ്യപ്രവാചകൻ്റെ ഒരു ജീവിതം 22 വർഷം കൊണ്ട് മറിച്ച ഈ ഭൂവിഭാഗം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറയും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പിടിച്ച സാമ്രാജ്യത്തിൻ്റെ 8 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൽ വന്ന രാജ്യങ്ങളുടെ വിസ്തീർണം. അലക്സാണ്ടർ ചക്രവർത്തിയിൽ സാമ്രാജ്യത്തിൽ ആകെയുള്ള ജനസംഖ്യയുടെ 10 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള ജനസമൂഹം. ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 രേഖാംശങ്ങളിൽ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 5 സ്ഥലത്ത് പ്രാർത്ഥന കേൾക്കുന്നതിനാൽ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത ഒരു സമയം ഭൂമിയിലില്ല. 24 hours കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്യപ്രവാചകൻ്റെ ഒരു ജീവിതം ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് എങ്ങനെയെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടുകൂടി ആ ജീവിതത്തെ മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം പള്ളി വെച്ച്. ക്രിസ്ത്യൻ നേതാക്കന്മാരും യഹൂദ നേതാക്കന്മാരും ഉണ്ട്. അപ്പോൾ വാങ്ക് വിളിച്ചു. ക്രിസ്ത്യൻ നേതാക്കന്മാർ പറഞ്ഞു, പ്രവാചക ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം, അങ്ങയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ വരാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടെ വന്നേ? ഞാൻ മക്കയിലോട്ട് നോക്കി പ്രാർത്ഥിക്കാം, നിങ്ങളിവിടെ തന്നെ പള്ളിക്കകത്ത് തന്നെ മുട്ടുകുത്തിക്കൊള്ളാൻ പറഞ്ഞു. പള്ളിക്കകത്ത് മുട്ടുകുത്തി. യഹൂദൻ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ച്, ക്രിസ്ത്യാനി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച്, പ്രവാചകൻ മക്കയ്ക്ക് നോക്കി പ്രാർത്ഥിച്ച്, ഒരേ മുസ്ലിം പള്ളിക്കകത്ത് 3 മതക്കാരും ഒരുപോലെ പ്രാർത്ഥിച്ച്. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു മതവും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. പരസ്യപ്രവാചകൻ മെദീനയിൽ ചെന്നു. അദ്ദേഹം അവിടെ മെദീന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തത് 622 42 പാരഗ്രാഫുണ്ട്. ഞാനൊക്കെ അത് വായിച്ച് അമ്പരന്ന് പോയി. ആ മെദീന ഡോക്യുമെൻ്റ് തുടങ്ങുന്ന വിശ്വപ്രസിദ്ധമായ പ്രഖ്യാപനത്തിലാണ്. മെദീനയിൽ 11,500 പേരുള്ളതിൽ 1,500 പേരെ മുസ്ലിങ്ങളുള്ളൂ. 10,000 പേര് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽസാണ്. മുസ്ലിങ്ങൾ വലിയ ന്യൂനപക്ഷമാണ്. 11,500 പേരുള്ളതിൽ യാത്രീബ് അല്ലെങ്കിൽ മദീനയിൽ 1,500 പേരെ മുസ്ലിങ്ങളുള്ളൂ. പ്രവാചകനൊരു കൽപ്പന ഇട്ടു. മദീന ഡോക്യുമെൻ്റ്. മദീനയിൽ ജീവിക്കുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽസും മുസ്ലിംസും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ ഉറപ്പു നൽകുന്നു. 7 കൊല്ലം മദീന ഭരിച്ച പ്രവാചകൻ. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1,500 എത്ര ആയിട്ട് വർദ്ധിച്ചു? 1,600 വർദ്ധിച്ചു. ക്രിസ്ത്യാനിക്കും ട്രൈബലിനും ഏതെങ്കിലും ഒരു ട്രൈബലിനും മുസ്ലിമിനെ ഉപദ്രവിച്ചോ? ഒറ്റയാളിനെ ഉപദ്രവിച്ചില്ല. എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് സ്വീകരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം മെക്ക പിടിച്ചെടുക്കുമ്പോൾ ഒറ്റ തുള്ളി രക്തം വീണിട്ടില്ല. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. മെക്ക പിടിച്ചെടുക്കുകയാണ്. മെക്ക പിടിച്ചെടുത്ത് അവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത മഹാന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം മകളെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്തത്തിൻ്റെ അറ്റത്ത് കുത്തി താഴെ ഇട്ട് എടുത്തിട്ടുണ്ട് അവിടെ. അവൻ മുമ്പിൽ വന്നു. പ്രവാചകൻ പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ അത് നിൽക്കരുത്. കാര്യം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനല്ലേ, വികാരം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഒന്നും ചെയ്തില്ല, അവനെ കൊന്നില്ല. അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ കൊന്നില്ല. അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകൻ്റെ കൂടെ വന്നു. പ്രവാചകനെ ഉഹൂദ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഖാലിഫ് ഇബൻ വലീദ് ഉണ്ടല്ലോ, വലീദ് വന്ന്. വലീദിനെ പ്രവാചകനെന്തെങ്കിലും ചെയ്തോ? ഇല്ല. വലീദ് ഇസ്ലാമിൽ ചേർന്നു. ഇസ്ലാമിൻ്റെ ആദ്യത്തെ 6 യുദ്ധങ്ങളും യാക്കൂട്ട് യുദ്ധം ഉൾപ്പെടെ ജയിച്ചത് ഈ ഖലീഫ ഇബൻ വാലിദാണ്. ഉഹൂദ് യുദ്ധത്തിൽ പ്രവാചകനെ തോൽപ്പിച്ച ആദ്യഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ പ്രവാചകൻ ജയിച്ച് ഖാലിഫ് ഇബൻ വലീദിനെ മുസ്ലിമാക്കി. അദ്ദേഹമാണ് ബൈസാൻഡിയൻ ആർമിയെ തോൽപ്പിച്ചതും റോമൻ ആർമിയെ തോൽപ്പിച്ചതും.
ഇസ്ലാം ഇത് വലിയ തത്വമായി സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ്. മറ്റു മതങ്ങളോട് സമഭാവനയോടുകൂടി പെരുമാറുക. അറബികൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈജിപ്തിൽ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ഒരു പാത്രീസുണ്ട്, 120 ബിഷപ്പന്മാരുണ്ട്. ഈജിപ്തിൻ്റെ ജനസംഖ്യയിൽ 20% ക്രിസ്ത്യാനികളാണ്. 1400 കൊല്ലം ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ ഈ പാത്രീസും അച്ഛന്മാരും മെത്രാന്മാരും 120 മെത്രാന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു. അന്തോക്കിയിലെ പാത്രീസ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളവും നിന്ന് പിടിച്ച് പുറത്തിറക്കാണ് കേരളത്തിൽ. പക്ഷേ ഇറാഖിൽ എന്താണ് സംഭവം? ആ പാത്രീസ് സുഖമായിട്ടവിടെ 1400 ജീവിക്കുന്നു. പാത്രീസിനുള്ള ക്രിസ്ത്യാനികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തന്നെയുമല്ല എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. കേരളത്തിൽ നിന്നും കുറേ എണ്ണം സദാം ഹുസൈൻ്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാരവിടെ പോയി അവിടുത്തെ പള്ളിയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുമായിരുന്നു ഇറാഖിൽ നിന്ന്. സർക്കാർ ട്രഷറിന്നേ ക്രിസ്ത്യൻ അച്ഛന്മാർക്ക് ശമ്പളം. ഇതാണ് ഇറാഖിൽ നടന്നത്. ഹറൂൺ റഷീദിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? മാർമിസൈഡ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ്, പേര് കേട്ട നമ്മളൊരിക്കും മുസ്ലിമാണെന്ന്. താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി വന്നു. അക്ബറിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ബ്രാഹ്മണനാണ്. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു? രാജാ തോണ്ടർമാൽ, ഒരു വൈശ്യനാണ്. അക്ബറിൻ്റെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ്, രജപുത്രനാണ്. അക്ബറിൻ്റെ 12 അംഗ മന്ത്രിസഭയിലെ 6 പേരും മുസ്ലിങ്ങളല്ല, ഇൻക്ലൂഡിങ് ദ പ്രൈം മിനിസ്റ്റർ. അക്ബർ ചക്രവർത്തിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, രജപുത്ര ശ്രീ ജോധാബായി. ജോധാബായി ഇസ്ലാമാകാൻ അക്ബർ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. തന്നെ പോലെ ഫത്തേപൂർ സിക്രിയിലെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് തൊട്ട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കിയ അക്ബർ എന്തിനാണ്? ഭാര്യയ്ക്ക് നടന്നു പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനായിട്ട്. ജോധാബായിക്ക് അക്ബറിന് 12 ഭാര്യമാരിലായിട്ട് 4 ആൺമക്കളുണ്ടായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച ഒരാളിനെ പിൻഗാമയാക്കി കൂടെ അക്ബറിനെ. അക്ബർ ജോധാബായി പ്രസവിച്ച ജഹാംഗീറിനെ പിൻഗാമയാക്കി, ഹിന്ദു സ്ത്രീ പ്രസവിച്ച സ്ത്രീയെ പിൻഗാമയാക്കി. ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്ന ആളാണ് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? രാജാ രഘുരാജ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ഹിന്ദുവാണ്, രജപുത്രനാണ്. അദ്ദേഹം ജസിയ ചാർത്തി എന്നാണ് കുഴപ്പം. അദ്ദേഹം അമുസ്ലിങ്ങൾക്ക് 2.5% ജസിയ ചാർത്തി. പക്ഷേ അമുസ്ലിങ്ങൾക്ക് വെൽഫെയർ ടാക്സ് കൊടുക്കണ്ട. മുസ്ലിങ്ങൾക്ക് ജസിയ ഇല്ല, പക്ഷേ അവർക്ക് വെൽഫെയർ ടാക്സ് ഉണ്ട് 2.5%. അപ്പോൾ ജസിയ കൊടുക്കുന്ന ഹിന്ദുവും ജസിയ കൊടുക്കാത്ത മുസ്ലിമും ഒരേ ടാക്സാണ് അടയ്ക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്തോ അന്യായം കാണിച്ച രീതിയിലാണ്. മുസ്ലിം വെൽഫെയർ ടാക്സ് കൊടുക്കുന്ന 2.5%, അത് അമുസ്ലിങ്ങൾ കൊടുക്കണ്ട. അമുസ്ലിം ജസിയ കൊടുക്കണം, പക്ഷേ അമുസ്ലിമിന് വെൽഫെയർ ടാക്സ് ഇല്ല. അപ്പോൾ ടോട്ടൽ ടാക്സ് ഈക്വലാണ്. ഇതാണ് സംഭവം. അതുപോട്ടെ, ഔറംഗസീബിനെതിരെ രാജാ രഘുരാജ് പ്രധാനമന്ത്രി ഒരു ഹിന്ദുവാണ്. തെക്കേ ഇന്ത്യയിൽ ടിപ്പു സുൽത്താനെതിരെ ഭയങ്കര കലാപമാണ്. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ മറ്റവരൊക്കെ ഉപദ്രവിച്ചാണ്. ശുദ്ധ കള്ളക്കഥ ബ്രിട്ടീഷുകാർ പറഞ്ഞുണ്ടാക്കിയ ഈ കഥ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളുടെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി. ആ ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണിയ, ഒരു ബ്രാഹ്മണനാണ്. ടിപ്പുവിൻ്റെ മന്ത്രിസഭയിൽ 12 മന്ത്രിമാരുള്ളതിൽ 7 പേരും അമുസ്ലിങ്ങളാണ്. 5 പേരേ ഉള്ളൂ മുസ്ലിങ്ങൾ, 7 പേര് അമുസ്ലിങ്ങളാണ്. ടിപ്പുവിൻ്റെ ഭാര്യമാരിൽ ഒരു ഭാര്യ ഉണ്ണിച്ചാറ, വടകരക്കാരിയുടെ നായർ സ്ത്രീയാണ്. ആ ഉണ്ണിച്ചാറ മുസ്ലിം ഭവൻ ടിപ്പു ആവശ്യപ്പെട്ടോ? ഇല്ല. തന്നെയുമല്ല, ശ്രീരംഗപട്ടണം കൊട്ടാരത്തിനോട് ചേർന്ന് അദ്ദേഹം ഒരു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണ്? ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ ക്ഷേത്രത്തിൽ പോയി ഉണ്ണിച്ചാറ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ആശാന്മാരെന്ത് ചെയ്യുന്നറിയാം? ആ ക്ഷേത്രത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. ശ്രീരംഗപട്ടണം ക്ഷേത്രം ഇപ്പം നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ശ്രീരംഗപട്ടണം കോട്ടയ്ക്കകത്തുള്ള ക്ഷേത്രത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. മുസ്ലിമായ ടിപ്പു സുൽത്താൻ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ടാക്കിയ ക്ഷേത്രം ഹിന്ദു ഭരണാധികാരികൾ അതിൻ്റെ അന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. ഇതാണ് സത്യം, ചരിത്രത്തിലെ സത്യം. മുസ്ലിം ഭരണാധികാരികൾ അവർ ഭരിക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തു. ഒറ്റ സ്ഥലത്ത് കൂട്ടക്കൊല ഉണ്ടായില്ല. ഒറ്റ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എതിർപക്ഷത്തോട്ട് പോയില്ല. അവർ വളരെ ഭംഗിയായിട്ട് അതിൽ വിശ്വസിച്ചു. ഇനി ഇസ്ലാം മതം വാളുകൊണ്ട് മതം വളർത്തി എന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ അടിച്ചു വിട്ടിരിക്കുകയാണ് ഈ സായിപ്പ് അവിടുന്ന്. എന്താണ് സംഭവം? ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്തതിന് പ്രധാന കാരണം പർസ്യ പ്രവാചകൻ ഉണ്ടാക്കിയ ശ്രദ്ധേയമായൊരു നിയമസംഹിതയാണ്.
റോമൻ സാമ്രാജ്യത്തിനകത്തും പേർഷ്യൻ സാമ്രാജ്യത്തിനകത്തും മനുഷ്യനും ഭൂമിയുടെ മുകളിൽ അവകാശം ഉണ്ടായിരുന്നില്ല. പട്ടയ നമ്പർ കിട്ടത്തില്ല. അവൻ കരമടച്ച് അതിനകത്ത് കൃഷി ചെയ്യാം. ഉടമസ്ഥാവകാശം ചക്രവർത്തിയുടേതാണ്. ഇനി ആ ഭൂമി കൃഷി ചെയ്യാൻ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി എപ്പോൾ യുദ്ധം ഉണ്ടായാലും അവൻ്റെ ആൺകുട്ടിയെ യുദ്ധത്തിന് വിട്ടുകൊടുക്കണം. ആൺകുട്ടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ വേറൊരാളുടെ ആൺകുട്ടിയെ വാടകയ്ക്ക് എടുത്ത് മെഴ്സണറി ആക്കിയിട്ട് അയച്ചു കൊടുക്കണം യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ സേനാനായകൻ്റെ ഇതിൻ്റെ മണ്ടത്തരം പറ്റിയാൽ 20,000 50,000 പേരാണ് കൊല ചെയ്യപ്പെടുന്നത്. കുടുംബങ്ങൾ മുഴുവൻ വാനിഷ്ഡ്. പ്രവാചകൻ പറഞ്ഞു, ഇത് പാടില്ല. കൃഷി ചെയ്യുന്നവനാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം. അറബി ദേശത്തിൽ പ്രവാചകൻ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് കൃഷിക്കാരന് കൊടുത്തു. ഇസ്ലാം സ്ത്രീയെ പിടിച്ചെടുത്തപ്പോൾ ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നവന് കൃഷിഭൂമി കൊടുത്തു. അവൻ്റെ ഒരാൺമക്കൾ യുദ്ധത്തിന് വരണ്ട, സ്റ്റാൻഡിങ് ആർമി യുദ്ധം ചെയ്തോളും. ഭൂമി കൃഷി ചെയ്യാൻ കൊടുത്തതിന് പകരമായി ആൺമക്കളെ ബലി കൊടുക്കേണ്ട ഒരു കുടുംബവും. പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാം പിടിച്ചെടുത്തു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ഭൂമിയും കൃഷി ചെയ്യുന്നവന് വിട്ടുകൊടുത്തു. കൃഷി ചെയ്യുന്നവന് പട്ടയം കൊടുത്ത ശേഷം അവൻ്റെ ആൺമക്കളെ യുദ്ധത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞില്ല ഇസ്ലാം. ബൈസാനിയൻ എംപയർ പിടിച്ചു ഇസ്ലാം. എന്ത് ചെയ്തു? ബൈസാനിയൻ എംപയറിൽ കഴിഞ്ഞ 1500 കൊല്ലമായി ഭൂമിയുടെ ഉണ്ടാക്കി അവകാശമില്ലാതെ കൂലിപ്പണിക്കാരനായിരുന്ന കുടികിടപ്പുകാരനായിരുന്ന ആളുകൾക്കെല്ലാം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തു. എന്നിട്ട് ആ ഉടമസ്ഥാവകാശം കൊടുത്തവന് മക്കളെ യുദ്ധത്തിന് വരാനായിട്ട് ആരോടും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ അവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തോടെ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ബൈസാനിയൻ എംപയർ ആക്രമിച്ചു വന്നു. അവിടുത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കൂടെ ക്രിസ്ത്യൻ ചക്രവർത്തിക്കെതിരെ യുദ്ധം ചെയ്തു. ഇറാഖിലെയും അവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കാലിഫയുടെ കൂടെ യുദ്ധം ചെയ്തു ക്രിസ്ത്യനായ ബൈസാന്റിയൻ ചക്രവർത്തിക്കെതിരെ. ഇതാണ് ചരിത്രം. ലോകത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം എന്നൊരു സാധനം ഉണ്ടാക്കിയത് പരിശുദ്ധ പ്രവാചകനും ഇസ്ലാമാണ്. ഒരു സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നല്ല ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. ലോകത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് ഇസ്ലാമാണ്. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തു. മക്കളെ യുദ്ധം വരുമ്പോൾ സൈന്യത്തിൽ വിടണ്ട, ശമ്പളം വേണ്ടവൻ പോയി യുദ്ധം ചെയ്തോണം, അല്ലാത്തവൻ പോണ്ട. അതോടുകൂടി ഒരു 2500 വർഷമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടാത്ത മധ്യപൂർവേഷ്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൃഷിസ്ഥലം കിട്ടി. ആ കൃഷിസ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ജനങ്ങൾ സമ്പുഷ്ടരായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. ഇസ്ലാമിക രാജ്യത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ ഭൂമിയുടെ പട്ടയവും ഉടമസ്ഥാവകാശവും അതിൻ്റെ സംരക്ഷണ അവകാശവും അവർക്ക് കിട്ടി. അധമർണനായിരുന്ന ജനത ഉത്തമർണനായി. ഇതാണ് ഹിസ്റ്ററി. ദിസ് ഇസ് ഹിസ്റ്ററി. അതാണ് ഇസ്ലാമിൻ്റെ വിപ്ലവം. പരിശുദ്ധ പ്രവചനം ഉണ്ടാക്കിയ അതിഗംഭീരമായ വിപ്ലവമാണ്. ഈ ലാൻഡ് റവല്യൂഷൻ, ഭൂപരിഷ്കരണം കാരണമാണ് ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിൻ്റെ കൂടെ നിന്നത്. ബംഗാളിൽ ഭൂപരിഷ്കരണം ഉണ്ടാക്കിയപ്പോൾ ജനങ്ങൾ മുഴുവൻ CPM-ൻ്റെ കൂടെ നിന്ന്. പക്ഷേ അവിടെ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി പിടിച്ചെടുത്ത് 7 പേര് വെടിവെച്ച് വന്നപ്പോൾ ജനം മുഴുവൻ മറുപക്ഷം പോയി. ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. അത് തന്നെ സംഭവം. ഞാൻ റീസെൻ്റ് ഉദാഹരണം പറഞ്ഞല്ലോ. ആ ബൈസാന്റിയൻ കൺട്രിയിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും പിടിച്ചെടുത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ ഇസ്ലാമിൻ്റെ കൂടെ നിന്നു. ഇസ്ലാം എവിടം വരെ പോയോ അവിടെ എല്ലാം ഇത് സംഭവിച്ചു. മൊറോക്കോയിൽ തൊട്ട് അൾജീരിയ തൊട്ട് അങ്ങ് ഇന്തോനേഷ്യ വരെ സംഭവിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങളുടെ ഈ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഫാമൈൻ ഉണ്ടായി, വരൾച്ച ഉണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. ഇസ്ലാം മത രാജ്യത്തിൽ പട്ടിണി മരണം ഉണ്ടായില്ല. അതെന്താ? ഭൂമി തന്നെയല്ലേ ഇസ്ലാമിലെ രാജ്യങ്ങൾ. ബംഗാൾ ഫാമൈൻ ഉണ്ടായി 1941. 2.5 ലക്ഷം പേര് പട്ടിണി കിടന്ന് മരിച്ചു. ഇപ്പോൾ യൂറോപ്പിൽ പട്ടിണി മരണം ഉണ്ടായി, ആഫ്രിക്കയിൽ പട്ടിണി മരണം ഉണ്ടായി. പക്ഷേ ഇസ്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ ചെന്നോ അവിടെ പിന്നെ പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. തൊട്ടയലോക്കത്തോർത്തം പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ സുഭിക്ഷമായ ആഹാരം കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരമല്ല വിഷമാണെന്ന് പറഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ചക്രവർത്തി ആദ്യം ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൂടുതലുള്ള രാജ്യത്ത് നിന്ന് ഗോതമ്പും മറ്റ് സംഗതികളൊക്കെ ആ ദേശത്തേക്ക് ഒഴുകും. ഹറൂൺ റഷീദിൻ്റെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ ഒരേറ്റത്ത് പട്ടിണി ഉണ്ടാവാൻ പോകുന്നു റിപ്പോർട്ട് ചെയ്തു. ഹറൂൺ റഷീദ് എന്ത് ചെയ്തു? അവിടുന്ന് മറ്റു ഭക്ഷണമുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം ട്രക്കുകളിലാക്കി ആ സ്ഥലത്തോട്ട് അയച്ചു കൊടുത്തു. ഗോതമ്പും മറ്റു സംഗതികളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തത് കാരണം ഇസ്ലാം മതം ഭരിച്ച രാജ്യങ്ങളിലൊന്നും പട്ടിണി മരണങ്ങളുണ്ടായില്ല, ഫാമൈൻ ഉണ്ടായില്ല.
ഇസ്ലാമിൻ്റെ ആ വലിയ കാഴ്ചപ്പാട് വളരെ ഭംഗിയായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത് ക്രിസ്തുമതം വിശുദ്ധയെ പ്രഖ്യാപിച്ച മദർ തെരേസയാണ്.